നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു, അവന്റെ കൂടെ പോയി നല്ല പോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവർ നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ, ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവര് എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആങ്ങളമാർ സ്വന്തം പൊരയിൽ വരെ ഉണ്ടാവില്ല. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോ അവിഹിതം നടത്തിക്കൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ ഒളിച്ചോടാൻ തയ്യാറായി നിൽക്കുന്നവരും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങളൊന്നും മനസ്സിലാക്കുക, ദേ ഷഹലയുടെ സ്ഥിതി തന്നെയായിരിക്കും നിങ്ങൾക്കും വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ നല്ലൊരു കുടുംബം കാണും, നിങ്ങൾക്ക് ഇപ്പൊ നല്ലൊരു അച്ഛൻ കാണും, അമ്മ കാണും, നല്ലൊരു ഭർത്താവ് കാണും, ചിലപ്പം കുട്ടികൾ കാണും. ഇതെല്ലാം വിട്ടിട്ട് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ലൈഫ് മൂഞ്ചിപ്പോകുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടേത് മാത്രമായിരിക്കും എന്ന് ഞാൻ അവിടെ ഇവിടെ എഴുതി തരാം. ഓക്കെ, ആ വരുന്നവൻ, പുറത്തുനിന്ന് വരുന്നവൻ, അവൻ കാണുന്നതും അവൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ശരീരം മാത്രമായിരിക്കും. അവന് വേണ്ടതും അത് തന്നെയാണ്, നിങ്ങളുടെ ശരീരം മാത്രമാണ്. വേറെ ഒന്നും അവന് വേണ്ട, നിങ്ങളെ ശരീരം മാത്രം അവന് മതി. മനസ്സിലായോ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും ഷഹലയുടെ ജീവിതം ഒരു പാഠമായിരിക്കട്ടെ. എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഒരു പാഠം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷഹലയുടെ ജീവിതം. പക്ഷേ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഷഹല ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണെന്ന്. പക്ഷേ ഷഹലയ്ക്ക് ഇവിടെ നിയമം ഉണ്ടായിരുന്നു, ലീഗലി ഡിവോഴ്സ് ആവായിരുന്നു. അതിനുശേഷം ആ മറ്റവൻ, അവൻ കാണിച്ച തെണ്ടിത്തരം, ഭാര്യ പ്രസവിച്ച് കിടക്കാണ് കൈക്കുഞ്ഞുമായിട്ട്. ഓക്കെ, അല്ലാതെ തന്നെ 2 മക്കളുണ്ട്. എന്നിട്ട് ഈ തെണ്ടിത്തരം കാണിച്ച ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യൻ നിയമമല്ല ഇവന് കൊടുക്കേണ്ടത്. ഇവന് കൊടുക്കേണ്ടത് അങ്ങ് വിദേശത്തുണ്ടല്ലോ, സൗദിയിലൊക്കെ നടക്കുന്ന നിയമം ഉണ്ടല്ലോ, ആ നിയമമാണ് ഇവന് കൊടുക്കേണ്ടത്. വെട്ടിക്കളയണമെന്ന് ഇവന്റെ ചുക്കാമണിയും സാമാനവും എല്ലാം വെട്ടിക്കളയണം. ആ രീതിയിലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. ഇനി എന്തായാലും പോയി, അവക്കിനി എന്തായാലും അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ അവന്റെ ഭാര്യ ഷഹല ഒളിച്ചോടിക്കൊണ്ട് പോയ അവന്റെ ഭാര്യ, ആ 3 കുഞ്ഞുങ്ങളുടെ അമ്മ, ചിലപ്പോൾ ദയ തോന്നി ചിലപ്പോൾ അവനെ വീണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ തയ്യാറായിരിക്കും. പക്ഷേ എന്റെ പെങ്ങളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവനെ അക്സെപ്റ്റ് ചെയ്യരുത്. ഇന്ന് നിങ്ങളെ ഇട്ടിട്ട് പോയെങ്കിൽ നാളെ അവൻ വീണ്ടും പോകാൻ മടിക്കാത്തൊരുത്തനായിരിക്കും. അതുപോലെ തന്നെ ഷഹലയുടെ ഹസ്ബൻഡിനോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഇനി ഷഹലെ അക്സെപ്റ്റ് ചെയ്യരുത്, ഇനി ഷഹലെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. ഓക്കെ, കുഞ്ഞുണ്ട്, കുഞ്ഞിനെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ വളർത്തും. നിങ്ങളുടെ കയ്യിലാണ് കുഞ്ഞെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. സോ നിങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ നാട്ടിലെ ഈ നിയമമൊക്കെ മാറണമെന്നേ, ഈ നിയമരീതികളും നിയമവ്യവസ്ഥയൊക്കെ മാറണം. ഓക്കെ, എന്തായാലും ഇതെല്ലാ സ്ത്രീകൾക്കും ഒരു പാഠമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് അവിഹിതങ്ങൾ ആരും അറിയാതെ നടക്കുന്നുണ്ട്. കാരണം ഭർത്താക്കന്മാരൊക്കെ വിദേശത്താണെങ്കിൽ പോലും അവരിതൊന്നും അറിയുന്നില്ല. അവരവിടെ കിടന്ന് പൊരിവെയിലത്ത് കിടന്ന് വിയർപ്പ് നീരാക്കി കിടന്ന് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് ഭാര്യ ചോദിക്കുമ്പോൾ പണം ഇങ്ങനെ അയച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ തകർക്കുകയാണ്, എൻജോയ് ചെയ്യാണ്. ഓക്കെ,
2 മാസത്തെ ലീവിന് ഭർത്താവ് നാട്ടിൽ വരുമ്പം അവൾ ഈ അവിഹിതവും കാര്യങ്ങളും എല്ലാം എടുത്ത് മടക്കി പെട്ടിയിലാക്കി വെക്കും 2 മാസത്തേക്ക്. തരം കിട്ടിയാൽ ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കും. അതിനിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ വീണ്ടും ഭർത്താവ് വീണ്ടും വിമാനം കയറി അക്കരയ്ക്ക് പോകുന്നു, ഇവിടെ വീണ്ടും പരിപാടി ഇത് തന്നെ. ഇതായിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി. ഞാൻ അതാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്. ഇപ്പോൾ ഒളിച്ചോടാൻ നിൽക്കുന്നവർക്കും ഇപ്പൊ അവിഹിതം തുടങ്ങിയവർക്കും ഇപ്പൊ അവിഹിതം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഷഹലയുടെ ജീവിതം ഒരു പാഠം തന്നെയാണ്. ആ പാഠം നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇപ്പം എന്തായാലും പേടിച്ചിട്ടാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഇപ്പൊ ഇതിൽ നിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവിഹിതം നടത്തിക്കൊണ്ടിരുന്നവന്മാരൊക്കെ ചിലപ്പോൾ തേച്ചൊട്ടിച്ച് കാണാനുമുള്ള സാധ്യത നമുക്ക് വിദൂരമല്ല. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു ഷഹല നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ രഞ്ജീഷിന്റെ അവസ്ഥയും. അദ്ദേഹത്തിന് മനക്കെട്ടി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ ഒടുക്കുകയാണ് ഉണ്ടായത്. ഇനി അങ്ങനെ ഒന്നും നമ്മുടെ കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് സുഹൃത്തുക്കളെ, നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നേ വിളിച്ചോ. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ കൊടുത്തേക്കണം. കാരണം നിങ്ങൾക്ക് ഇതുപോലെ അറിയായിരിക്കുമല്ലോ, നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ കവിത നടത്തുന്നവർ, അവർക്കൊക്കെ ഇതൊരു ട്രാപ്പായിരിക്കും, അവർക്കൊക്കെ ഒരു പണിയായിരിക്കും ഇത്. സോ അവരിലേക്കൊന്ന് എത്തിച്ചേക്കാം. അവര് മുൻകരുതലെടുത്തെങ്കിലും ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നെങ്കിൽ ശ്രമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.